ഹലോ വെൽക്കം ടു വിങ്സ് ടു ലവ്. ഈ വീഡിയോയിൽ MEG40 അയ്യപ്പ പണിക്കരുടെ ഐ മെറ്റ് വാട്ട് വിറ്റ്മാൻ യെസ്റ്റർഡേ ആൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പോയം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പ പണിക്കറും അതേപോലെ ഈ വാൾട്ട് വിറ്റ്മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, ഒരു ഡയലോഗാണ്. സോ ദ പോം ഈസ് എ ഡയലോഗ് പോം. ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അവർ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പോയം കുറച്ച് ക്രിയേഷനാണ് കേട്ടോ. നമ്മുടെ അയ്യപ്പ പണിക്കരുടെ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയത്തിനെ കുറിച്ചൊരു ചെറിയ ഇൻട്രഡക്ഷനാണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. Yesterday or the day before, I met Whitman talking aloud in solitude about the populace. സോ ഇന്നലെ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഞാൻ എന്താണ് വിറ്റ്മാനെ കണ്ടു അല്ലേ. സോ ഇവരെന്താണ് സംസാരിക്കുന്നത്? സോളിറ്റ്യൂഡ് അബൌട്ട് ദ പോപ്പുലൻസ് അല്ലേ. പോപ്പുലൻസിൻ്റെ സോളിറ്റ്യൂഡാണ്, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഏകാന്തതയെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസിയിലോട്ട് മൂവ് ചെയ്യാം. കാസ്റ്റിംഗ് എസ് ലോങ് ഷാഡോ അക്രോസ് ലോങ് ഐലാൻഡ് ദ പോയറ്റ് പാട്രിയക് വാസ് കൗണ്ടിങ് വേവ്സ്, ഈച്ച് വേവ് എ ജനറേഷൻ, ഈച്ച് ബോർ ദ സെംബ്ലൻസ് ഓഫ് ദ അമേരിക്കൻ പീപ്പിൾ. സോ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള വേയിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പോയറ്റ് എന്താണ് ചെയ്യുന്നത്? കൗണ്ട് ചെയ്യാണ്, ഈ വേവ്സിനെ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഈച്ച് വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ പീപ്പിളിൻ്റെ ഒരു സെംബ്ലൻസ്, ഒരു സാദൃശ്യം തോന്നുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ പണിക്കർ പറയുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് മൂവ് ചെയ്യാം. നേക്ഡ് വിറ്റ്മാൻ, ഹെയറി ബോഡി, ഗ്രേ ബേർഡ്, സ്പാർക്ലിംഗ് ഐസ്. സോ ഇവിടെ വിറ്റ്മാൻ നേക്ഡ് ആണ്, അദ്ദേഹത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഹെയറി ആണ്, താടികളൊക്കെ നരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐസ് എന്ന് പറയുന്നത് സ്പാർക്ലിംഗ് ആണ്, ഭയങ്കര തിളങ്ങുന്ന ഐസ് ആണ് അല്ലേ. സോ ഇതാണ് ഈ ഒരു 4 ലൈൻസിൽ പറയുന്നത്. All other limbs enveloped by the rocking mother sea, wailing seagull, lilacs blossoming forth, frenzied drumbeats. ഇവിടെ എല്ലാ ലിംബു എന്ന് പറയുന്നത് നമ്മൾ എൻവലപ്പ് ചെയ്യുന്നുണ്ട്. ആരാണ് എൻവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ മദർ സീ ആണ്, റോക്കിംഗ് മദർ സീ ആണ്. ഇവിടെ നമ്മുടെ സീനെ മദറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് എങ്ങനെ? റോക്കിംഗ് മദർ സീ ആണ് അല്ലേ. ആൻഡ് വെയിലിംഗ് സീകൾ, ഇവിടെ സീകൾ എന്താണ്? കരയുന്നുണ്ട്. ആൻഡ് ലൈലാക്സ് ബ്ലോസിങ് ഫോർത്ത്, ലൈലാക്ക് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് കേട്ടോ, അതെന്താണ്? പൂത്തുലയുന്നുണ്ട്. ഫ്രൻസീഡ് ഡ്രം ബീറ്റ്സ്, ഫ്രൻസീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോടെ, ഭയങ്കര ഉന്മാദത്തോടെ ഡ്രമ്മൊക്കെ എന്താണ്? ബീറ്റ് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഹേ വിറ്റ്മാൻ ഐ കോൾ ഔട്ട്. അപ്പം നമ്മുടെ പണിക്കർ നമ്മുടെ വിറ്റ്മാനെ വിളിക്കുകയാണ്. ഹേ എന്നല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞു. മൈ ഫ്രണ്ട് ദ വോയിസ് ഹാഡ് ഡ്രോൺ നിയർ, ലുക്ക് ഹി സെറ്റ്. എൻ്റെ സുഹൃത്തിൻ്റെ സൗണ്ട് എന്താണ്? അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലുക്ക്, നോക്കൂ, അവൻ പറഞ്ഞു. കൊളംബസ് ജോഗ്രഫിക്കൽ എറർ, കൊളംബസിൻ്റെ ജോഗ്രഫിക്കൽ പരമായിട്ടുള്ള പിഴവാണ്. ആൻഡ് ഹിസ്റ്ററീസ് ഗെയിൻ, ഹിസ്റ്ററിയുടെ ഒരു നേട്ടമാണെന്ന രീതിയിൽ അവിടെ പറയാണ് കേട്ടോ. വിഗോറസ് ഹാൻഡ് ഷേക്ക്, സ്റ്റേർഡിനസ്, സ്ക്യൂസ് ഓഫ് റഫ് ഫിംഗേഴ്സ്, ഭയങ്കര വിഗോറസ് ആണ്, എന്താണ്? ശക്തമായ ഹാൻഡ് ഷേക്കാണ്. സ്റ്റേർഡിനസ് ആണ്, ദൃഢതയാണ്. സ്ക്യൂസ് ഓഫ് റഫ് ഫിംഗേഴ്സ് അല്ലേ, ഈ റഫായിട്ടുള്ള ഫിംഗേഴ്സിൻ്റെ ഒരു ചൂഷണം അല്ലേ. പണിക്കർ ഐ നോ യു വുഡ് കം അഗെയിൻ. അപ്പം നമ്മുടെ വിറ്റ്മാൻ പറയാണ്, എനിക്കറിയാം നീ വരുമെന്ന് എനിക്കറിയാം. ഐ ഫെയിൻറ്റ് സർപ്രൈസ്, ഞാൻ ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് ആണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് അടിച്ചതാണ്. ദ റീബർത്ത് ഓഫ് ദ ഹ്യൂമൻ സോൾ ഈസ് നത്തിങ് ന്യൂ ടു മീ. സോ ഒരു മനുഷ്യ ആത്മാവിൻ്റെ ഒരു പുനർജന്മം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പുതുമയുള്ള കാര്യമല്ല എന്നാണ് വിറ്റ്മാൻ ഇവിടെ പറയുന്നത് കേട്ടോ. സോ ഇതാണ് ഈ ഒരു സ്റ്റാൻസേൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദ പോം ഹാസ് 2 പാർട്സ്, 2 പാർട്ടാണ് ഈ ഒരു പോയത്തിന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോൾ ഡീൽ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഡയലോഗ് പോയമാണ്. നമ്മുടെ 2 ലെജൻഡറി തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ശരിക്കും നടന്ന ഇൻ്റർവ്യൂ അല്ലെങ്കിലും അവർ തമ്മിൽ ഇൻ്റർവ്യൂ നടന്നാൽ ഇപ്രകാരമായിരിക്കും എന്ന രീതിയിലാണ് ഈ ഒരു പോയം റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡയലോഗ് പോയം ആണെങ്കിലും ദർ ഈസ് ഹാർഡ്ലി എനി ഡയലോഗ് ഇൻ ഇറ്റ് അല്ലേ. ആൻഡ് നമ്മുടെ ഓൺലി വൺസ് ഡസ് പണിക്കർ കോൾ ഔട്ട് വിത്ത് ഹേ വിറ്റ്മാൻ, ആൻഡ് വിറ്റ്മാൻ ആൻസേഴ്സ് മൈ ഫ്രണ്ട് ലുക്ക്, കൊളംബസ് ജോഗ്രഫിക്കൽ എറർ, ഹിസ്റ്ററീസ് ഗെയിൻ. ദെൻ നമ്മുടെ വിറ്റ്മാൻ പറയുന്നുണ്ട് പണിക്കർ ഐ ന്യൂ യു വുഡ് കം അഗെയിൻ. ഇങ്ങനെ കുറച്ചായിട്ടുള്ള ഡയലോഗ്സ് മാത്രമാണ് ഈ ഫസ്റ്റ് പാർട്ടിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോർ ദ റെസ്റ്റ് ഇറ്റ് ഈസ് എൻ ഇൻറ്റീരിയർ മോണോലോഗ് ബൈ പണിക്കർ ആൻഡ് എ ബാരേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് എ മോണോലോഗ് ബൈ വിറ്റ്മാൻ. സോ
അതർ തിങ് എന്ന് പറയുന്നത് ഈ മോണോലോഗ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് എലോൺ ആണല്ലോ. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പണിക്കറിൻ്റെയും അതേപോലെ നമ്മുടെ വിറ്റ്മാൻ്റെയും ഇൻറ്റീരിയർ ആയിട്ടുള്ള മോണോലോഗ്സ് ആണ് കേട്ടോ. ഈ ഒരു പോയത്തിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ആൻ ഇൻ്റർവ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റുള്ളൊരു ആൻസർ പറയും, ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് പണിക്കറിൻ്റെ മൈൻഡിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ ദ ടെക്നിക് ഈസ് ഹൈലി ഡ്രമാറ്റിക്. സോ എല്ലാതും എന്ന് പറയുന്നത് ഒരു ഇമേജിനേഷനാണ്, ഒരു ക്രിയേറ്റീവാണ്. അദ്ദേഹം നമ്മുടെ വിറ്റ്മാൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ലോങ് ഐലാൻഡ് വിസിറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു ഇമേജിനേഷനാണ്, ശരിക്കും നടന്നതല്ല. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഡീൽ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് പാർട്ട് ഞാൻ സെക്കൻഡ് വീഡിയോ എന്ന രീതിയിലായിരിക്കും ഷെയർ ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.